ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് തോരൻ ഉണ്ടാക്കാം. തോരൻ മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ പറയണേ. തോരൻ എനിക്ക് തോന്നുന്നു തേങ്ങ വരെയുള്ള സംഭവം തോന്നുന്നു. പക്ഷെ ഞാൻ എല്ലാത്തിനും അങ്ങനെയാണ് പറയണത്. അല്ലെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ. ബീൻസിന് വലിയ കുഴപ്പമില്ല. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്നതാണെങ്കിലും. കാരണം അത്രയും ദിവസമായി അതവിടെ ഇരിക്കണം. അപ്പം ഇന്ന് നമുക്കിടത്ത് അരിഞ്ഞു വെക്കാം. അരിഞ്ഞു വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അരിഞ്ഞാലാണ് പാട്. ഇത് കൈരളി വിയിൽ എപ്പോഴും വന്ന സിനിമയാണ് കേട്ടോ. നല്ലൊരു സിനിമയാണ്. കോമഡി ഫാമിലി സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ. ആ സിനിമ കണ്ടിങ്ങനെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കെടുത്ത് ഉണ്ടാക്കിയാൽ മതി. അരിഞ്ഞു വെച്ച് ഒരുപാട് ദിവസം അതിൻ്റെ അകത്തിരിക്കില്ല. അരിയാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ പിന്നെ ഒരു മടിയാണല്ലോ. അതുകൊണ്ട് പിന്നെ അരിയില്ല. അങ്ങനെയാണ് വാടിയൊക്കെ പോണത്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിഞ്ഞൊന്ന് തോരൻ വെക്കാം. അങ്ങനെ ഒരുവിധം എല്ലാം കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ പാത്രത്തിലേക്ക് ഇടാം. കാരണം നമ്മുടെ ഈ വലിയ പാത്രം തണ്ണിമത്തനുള്ള പാത്രമാണ്. ഇപ്പോൾ ചുമന്ന തണ്ണിമത്തൻ അത്ര ടേസ്റ്റ് കുറഞ്ഞിട്ട് മഞ്ഞ തണ്ണിമത്തനാണ് കേട്ടോ നിറയെ രുചിയുള്ളത്, നിറച്ചും മധുരമുള്ളത്. ഇനി നമ്മൾക്കിത് രാവിലെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം രാത്രി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമ്മുടെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഈ പാത്രം എടുക്കുക. ആദ്യം കുറച്ച് മുട്ട പൊരിക്കാം. ഉപ്പ് മാത്രം ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മുടെ തോരൻ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് ഒതുങ്ങി വന്നു. ഇനി നമുക്ക് കുറച്ച് ചോറുണ്ണാം. അപ്പോൾ നമ്മുടെ തോരനും പിന്നെ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച മീൻകറിയും പിന്നെ കുറച്ച് നമ്മളിപ്പോൾ പൊരിച്ച മുട്ടയും കൂട്ടിയിട്ട് നിറച്ച് ചോറ് കഴിക്കാൻ പോവാണ്. ചൂട് ചോറും ചൂട് തോരനും തണുത്ത മീൻകറിയും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.